أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكبر ولربك فاصبر. صدق الله العظيم. أيا مولد المختار جددت شوقنا، أيا مولد المختار جددت شوقنا إلى خير مبعوث جليل حوى الفضلا. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ആദരണീയരായ തങ്ങളവറുകളെ, ബഹുമാനപ്പെട്ട ഹാജിക്കടക്കമുള്ള പൗരപ്രമുഖരെ, പണ്ഡിത ശ്രേഷ്ഠരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ദഅവത്ത് എന്ന സെഷനിലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദഅവത്ത്, നമ്മുടെ ഒരുക്കങ്ങൾ എന്ന വിഷയം സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യാൻ പോകുന്ന പണി എത്ര പ്രധാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ദാഴി നടത്തേണ്ട ആദ്യത്തെ ഒരുക്കം. പ്രധാനമായും നെഹ്ജുർ റഷാദിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുള്ള പരിപാടിയാണ് എന്നതിന്റെ സംഘാടകർ പറയുകയുണ്ടായി. ദാറുൽ ഹുദായുടെ സ്ഥാപനങ്ങൾ 30 വർഷം മുമ്പ് സ്ഥാപിക്കുമ്പോൾ തന്നെ സമൂഹത്തോട് പരിചയപ്പെടുത്തിയ ഒരു ലക്ഷ്യമുണ്ട്. ആഗോളതലത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രാപ്തരായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക എന്നതാണ് ആ ലക്ഷ്യം. വെറുമൊരു പൂജ്യമായിരുന്നു ദാറുൽ ഹുദ. ആരെങ്കിലുമൊക്കെ ഒരുപാട് ഫണ്ട് ശേഖരിച്ചു വെച്ച് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഇതെന്തു ചെയ്യണം എന്നാലോചിച്ചൊക്കെ ഉണ്ടായ ഒരു പദ്ധതിയല്ല. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു 5 ഏക്കർ ഭൂമി നൽകാൻ തയ്യാറായപ്പോ ഇതിലെന്ത് സ്ഥാപനം ഉണ്ടാക്കും എന്നാലോചിച്ചു തുടങ്ങിയതുമല്ല. പ്രധാനമായ ഒരു ലക്ഷ്യം മുന്നിൽ കാണുകയും ആ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിന് വേണ്ടതൊക്കെ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ദാറുൽ ഹുദായുടെ സ്ഥാപകരായ വന്യരായ മർഹൂം ബഷീർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, മൗലാന ഐദ്രോസ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, മർഹൂം ബാബുട്ടി ഹാജി നബറല്ലാഹു മർക്കദ അവർ ചെയ്തത്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ നിർവഹിച്ച ആ ലക്ഷ്യം വളരെ പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് തൃശൂർ ജില്ലയുടെ ഈ ഒരറ്റത്ത് ഇതുപോലൊരു സ്ഥാപനം സ്ഥാപിക്കുന്നതിലേക്ക് ഇതിന്റെ സംഘാടകരെ പ്രേരിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം വളരെ പ്രധാനമാണ്. നമ്മൾ നിർവഹിക്കാൻ പോകുന്ന പണി അഷ്റഫുൽ ഖൽഖ് നിർവഹിച്ച പണിയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായി നാം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിയുടെ പണിയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് മതരംഗത്തുള്ള ആളുകൾ മറ്റു രംഗങ്ങൾ തേടി അലയാൻ തുടങ്ങുന്നത്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പണിയാണ് ചെയ്യാൻ പോകുന്നത്, ഇതിലപ്പുറമുള്ളൊരു പണി എനിക്ക് ചെയ്യാനില്ല എന്നൊരാലും തിരിച്ചറിയുമ്പോഴാണ് ഈ രംഗത്ത് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ പണിയാണ്. ഇനി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരും പ്രബോധകരായി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ
അവർക്ക് അള്ളാഹു നൽകിയ ചില ഗുണങ്ങളുണ്ടായിരുന്നു. പൂർവകാല നബിമാരെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വൈലാ സമൂദ അഖാഹും സാലിഹ, വൈലാ സമൂദ അഖാഹും സാലിഹ. സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സാലിഹിനെ നാം നിയോഗിക്കുന്നു. ഇവിടെ ഒരു ദാഴി ആരാവണം? ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സഹോദരനായി നിലകൊള്ളാൻ കഴിയണമെന്നാണ്. അതിനുള്ളൊരു മാനസികാവസ്ഥയാണ് ദഅ്വാരംഗത്ത് നമ്മുടെ വലിയൊരു ഒരുക്കം. പൊതുജനങ്ങളുടെ സഹോദരനാവുക. സഹിഷ്ണുതയാണ് നാം ശീലിക്കേണ്ടത്. നമ്മൾ പറയുന്നതൊക്കെ ആളുകൾ കേൾക്കണം. ഞാനൊരു ഹുദവിയല്ലേ, ഞാൻ 12 വർഷം പഠിച്ച ആളാണ്, അതുകൊണ്ട് എന്നോട് ആരും ഇങ്ങോട്ടൊന്നും പറയരുത് എന്നൊരു മനോഭാവത്തോടു കൂടി ഒരു ദാഴിക്ക് നിൽക്കാൻ കഴിയില്ല. നമുക്ക് നാവിനേക്കാൾ ശക്തമായ ചെവികൾ ഉണ്ടാവണം. ആളുകൾ നമ്മോട് പലതും പറയും, അത് കേൾക്കുവാനുള്ള സഹിഷ്ണുതയാണ് നാം ശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് അഹായി നിൽക്കാൻ കഴിയണം. ഞാനൊരു പ്രബോധകന്റെ മുന്നിൽ ഒരു മുർഷിദായി നിലകൊള്ളുകയല്ല. ഞാൻ അവരെ ഉപദേശിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഞാൻ അവരുടെ കൂട്ടത്തിലെ ഒരു സഹോദരനാണ്. ഞാനും അവരും തമ്മിലുള്ള ബന്ധം ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന വ്യക്തികളെ പോലെയാണ് എന്ന് ദാഴി തിരിച്ചറിയണം. പിന്നെ നബിമാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എല്ലാ നബിമാരും സമൂഹത്തെ ഉത്ബോധിപ്പിച്ചപ്പോ അവരോട് പറഞ്ഞത് വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് സത്യസന്ധനായ വിശ്വസ്തതയുള്ള ഒരു ഗുണകാംക്ഷിയാണ് എന്നാണ്. നസീഹത്താണ് ഒരു ദാഇയുടെ പ്രധാനപ്പെട്ട ഗുണം. ഈ നസീഹത്ത് ഉണ്ടാവാൻ, നസീഹത്ത് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് ഗുണകാംക്ഷയോടുകൂടിയാവണം. അവന് നന്മ വരണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം. ഞാൻ നിങ്ങൾക്ക് സത്യസന്ധതയുള്ള വിശ്വസ്തതയുള്ള ഗുണകാംക്ഷിയാണ് എന്ന് നബിമാര് പറഞ്ഞതാണ് ഒരു ദാഴിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനം ചെയ്യുന്ന ആൾക്ക് മറ്റു താല്പര്യങ്ങൾ ഉണ്ടാവരുത്. നന്നായിട്ട് പ്രസംഗിച്ച് ഈ പ്രബോധിത സമൂഹത്തിൽ എന്റെ സ്വാധീനം കൂട്ടണം, നന്നായിട്ട് പ്രസംഗിച്ച് ഈ പ്രബോധിത സമൂഹത്തിലെ പണക്കാരെ കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ ഈ പ്രസംഗം ഒരു 10 വർഷത്തിന് ശേഷം ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ തയ്യാറെടുപ്പാവണം. ഈ രീതിയിലൊക്കെ മറ്റു ലക്ഷ്യങ്ങൾ വെച്ചാണ് ദഅവത്ത് നടത്തുന്നതെങ്കിൽ അതല്ല നസീഹത്ത്. ഈ പ്രബോധിതന്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. മൂന്നാമത്, ഈ നബിമാരൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഈ കാര്യത്തിൽ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല എന്നാണ്. ഇത് ദാഇയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ഒരു ദാഇ സ്വീകരിക്കേണ്ട സമീപനമാണ്. പ്രബോധിത സമൂഹം നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന പണിക്ക് പ്രതിഫലം തരണം എന്ന് നമ്മൾ ചോദിക്കരുത്, നമ്മളത് ആവശ്യപ്പെടരുത്. കാരണം നമ്മൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ച പണിയാണ്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് ഇത് കേൾക്കുന്ന ആളുകൾ നമുക്ക് കൂലി തരണം എന്ന് പറയുന്നത് അത് പ്രബോധകന്റെ സ്വഭാവമല്ല. ലാ അസ്അലുക്കും അലൈഹി അജ്റ. ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടുക എന്നുള്ളത് പ്രബോധനം വിജയിക്കുവാനുള്ള വലിയൊരു ഗുണ. ജനങ്ങളെ ഇഷ്ടപ്പെടാനുള്ള വഴി എന്താണ്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബകല്ലാഹ്, ദുനിയാവിനെ ഒഴിവാക്കിക്കോ, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബകന്നാസു, ജനങ്ങളുടെ കയ്യിലുള്ളത് ഒഴിവാക്കിക്കോ, എന്നാൽ ജനങ്ങളും ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ തേടിപ്പോവുക എന്നത് ഒരു ദാഇക്ക് ചേർന്നതല്ല, അവർക്ക് വിജയിക്കാനും കഴിയില്ല. നമ്മുടെ പ്രസംഗം കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായി എന്ന് വരും, ഒരുപാട് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി എന്ന് വരും. പക്ഷെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു ദാഇയാകാൻ നമുക്ക് സാധ്യമാകില്ല. ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന് ഇറങ്ങുമ്പോൾ ആദ്യകാലത്ത് ഇറങ്ങിയ ഒരു സൂറത്താണ്
അതിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചത്. ഞാനതൊന്നുകൂടി ഓതാം. കണതറിയുന്ന ആളുകൾ എന്റെ കൂടെ ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر والرجز فاهجر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر يا أيها المدثر മൂടിപ്പുതച്ചു കിടക്കുന്ന നബിയെ, ഖും ഫഅൻദിർ, എണീറ്റ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ വലിയവനായി കാണുക. അള്ളാഹുവിന്റെ റസൂലിനെ ദാഇയായി പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നബിക്ക് ചില ഉപദേശങ്ങൾ നൽകുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്? വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ വലിയവനായി കാണുക. അള്ളാഹുവാണ് വലുത് എന്ന് ചിന്തിക്കുക. ഇന്നൊരു ദാഇയുടെ മുന്നിലുള്ള വലിയൊരു ചാലഞ്ചാണ് ദുനിയാവാണ് വലുത് എന്ന സംഗതി. നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോ നമ്മുടെ പശ്ചാത്തലം അങ്ങനെയാണ്. വർണ്ണശബളമായ കളർഫുള്ളായ ജീവിതമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും കൊട്ടാര സമാനമായ വീടുകളിൽ താമസിക്കുകയും അതിന് സമാനമായ വാഹനങ്ങൾ യാത്ര ചെയ്യുകയും ചെയ്യുമ്പോ ദഴവാരംഗത്തേക്ക് ഇറങ്ങേണ്ട ആളുകൾക്കും തോന്നും അതാണ് ജീവിതത്തിൽ അഭിമാനം. അങ്ങനെയല്ല. അത് 1989 ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു പണ്ഡിത വേഷധാരി ഉണ്ടാക്കിയ ഒരു സംസ്കാരം മാത്രമാണ്. പണ്ഡിതന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത് വലിയ കൊട്ടാരവും കൊട്ടാര സമാനമായ വീടുമാണ് എന്നത് അതൊരു അബദ്ധധാരണയാണ്. അതല്ല. 90 വർഷമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊന്നും സ്വീകരിച്ച രീതിയല്ല ഈ കളർഫുള്ളായ ലൈഫ്. അത് നമ്മൾ താഴെ ഇറക്കി വെക്കണം. നമുക്ക് വലുത് അള്ളാഹുവാണ് വലുത് എന്ന് പറഞ്ഞാൽ ദുനിയാവ് വളരെ നിസ്സാരമാണ്. കാരണം ഖുർആനാണ് നമ്മൾ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഖുർആൻ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും അത് വളരെ ചെറുതാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, അല്ലാഹുവേ ദുനിയാവ് ഒരു വലിയ കാര്യമായി ഞങ്ങൾക്ക് തോന്നിപ്പിക്കരുത്. ദുനിയാവ് ഒരു വലിയ കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നരുത്. ദുനിയാവ് നിസ്സാരമാണ് എന്ന് ദാഇക്ക് തോന്നണം. അതുകൊണ്ടാ വറബ്ബക ഫകബ്ബിർ, അള്ളാഹുവിനെ വലുതായിട്ട് കാണാം. അള്ളാഹുവിനെ വലുതായിട്ട് കാണുമ്പോഴോ നമുക്കുണ്ടാകുന്ന കുറെ ഗുണങ്ങളുണ്ട്. നമ്മൾ ചെറുതാണ് എന്ന് തോന്നും. വലുത് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചാൽ നമ്മൾ ചെറുതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ശരിക്കുണ്ടാകും. നമ്മൾ ചെറുതാവുകയാണെങ്കിലോ നമുക്ക് എന്തിനും സന്നദ്ധതയുണ്ടാകും. നമ്മൾ ചെറുത് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് സന്നദ്ധത ഉണ്ടാകുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ ഒരു വയോധികനായ ഒരു സഹോദരൻ ഒരു വഴിയിൽ ഇങ്ങനെ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട് വൃത്തിയാക്കി തരികയും എന്റെ വസ്ത്രങ്ങൾ അലക്കി തരികയും ഞാൻ മലമൂത്ര വിസർജനം നടത്തിയത് വൃത്തിയാക്കി തരികയും ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. 3 ദിവസമായി അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹം വരുന്നത് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആരായിരുന്നു അയാൾ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അന്നത്തെ അബൂബക്കർ ആരാണ്? ഇന്നത്തെ സൗദി അറേബ്യയും UAE-യും ഖത്തറും ഒമാനും ജോർഡാന്റെ പല ഭാഗങ്ങളും ഇറാഖിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളും ഡമസ്കസിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ സ്വന്തമാക്കി അധികാരം നടത്തുന്ന വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് നേരം വെളുത്താലുള്ള പണി അയൽവാസിയായ ഒരു വയോധികന്റെ വീട്ടിൽ പോയി മാലിന്യങ്ങൾ വൃത്തിയാക്കല. ഇതിനുള്ള സന്നദ്ധത ആർക്കുണ്ടാകും? വറബ്ബക ഫകബ്ബിർ, അള്ളാഹുവാണ് വലുത്, ഞാൻ നിസ്സാരക്കാരനാണ് എന്ന് കരുതുന്നവർക്കുണ്ടാകും. ഇതാണ് ദാഇയുടെ വലിയൊരു ഒരുക്കം.
ഒരു മഖ്ലൂക്കിന് നമ്മൾ വില കൽപ്പിക്കരുത്. ഖാലിഖാണ് വലുത്, ഖാലിഖാണ് വലുത്. മഖ്ലൂക്കിങ്ങൾക്ക് വില കൽപ്പിച്ചാൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിന് താഴെയായിട്ട് മാറും. പല തിന്മകളെയും നമ്മൾ സഹകരിക്കേണ്ടി വരും. ചില ആളുകളെ നമ്മൾ അമിതമായി പ്രശംസിക്കേണ്ടി വരും. ചില ആളുകളുടെ ദുസ്വാധീനത്തിന് നമ്മൾ കീഴ്പ്പെടേണ്ടി വരും. അള്ളാഹു ആണ് വലുത് എന്ന് മനസ്സിലാക്കിയാലോ ഈ ദുസ്വാധീനങ്ങളൊന്നും നമ്മുടെ മുന്നിൽ നിലകൊള്ളുകയില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് വലുത്, ബാക്കിയുള്ളതൊക്കെ മഖ്ലൂക്കിങ്ങളാണ്, അവർക്ക് അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ് എന്നൊരു ബോധം ഉണ്ടാകും. അതോടൊപ്പം നമുക്ക് വിനയം എന്ന് പറഞ്ഞ ഗുണം ഉണ്ടാകും. അള്ളാഹു ആണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞാൽ അല്പം ഇൽമു കൂടുമ്പോഴേക്ക്, അല്ലെങ്കിൽ പണം കൂടുമ്പോഴേക്ക്, മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ കൂടുമ്പോഴേക്ക് മതിമറക്കുന്ന ദുസ്വഭാവം അത് ദാഴിക്ക് ചേർന്നതല്ല. അതില്ലാതിരിക്കാനുള്ള വഴിയും ഇതാണ്. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ വലുതായിട്ട് കാണുക. അപ്പൊ എല്ലാ മഖ്ലൂക്കിങ്ങളും അവരൊക്കെ അള്ളാഹുവിന്റെ അടിമയാണ്, അവരെ കൂട്ടത്തിലുള്ള മറ്റൊരു അടിമയാണ് ഞാനും എന്ന തിരിച്ചറിവ് ഒരു ദാഴിക്ക് ശരിക്കും വലിയൊരു സന്നദ്ധത ഉണ്ടാക്കും. അപ്പൊ ആരുടെ വിഴുപ്പുപാണ്ഡങ്ങൾ അലക്കാനും ആരുടെ കാര്യങ്ങളിലും സേവനം ചെയ്യാനും യാതൊരു തടസ്സം ഉണ്ടാവില്ല. നമ്മൾ മാനസികമായി തയ്യാറാവും. നമ്മൾ എത്ര വലിയ നേതൃരംഗത്തേക്ക് ഉയർന്നാലും. ഞാൻ ഓർത്തു പോവുകയാണ്, 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നതിന് ഒരു അഭിമാനകരമായ നിലനിൽപ്പിന് വേണ്ടി വലിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം ഒരിക്കൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിരിക്കുക. അദ്ദേഹത്തിന്റെ ലഗേജ് ഒരു സഹോദരൻ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോവുക, മുന്നില കോണി കയറിക്കൊണ്ടിരിക്കുമ്പോ ഈ ലഗേജ് എടുത്തിരിക്കുന്ന ചുമട്ടുതൊഴിലാളിയുടെ ചെരുപ്പ് താഴെ വീണപ്പോ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കുനിഞ്ഞ് ആ ചെരുപ്പെടുത്ത് അദ്ദേഹത്തിന് എടുത്തു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. വലിയൊരു പാർലമെന്റ് മെമ്പറാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സമുന്നതനായ നേതാവാണ്, തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആദർശബോധത്തിന്റെ ആവേശമാണ്. അദ്ദേഹമാണ് ചുമട്ടുതൊഴിലാളിയുടെ ചെരുപ്പെടുത്തിട്ട് എടുത്തു കൊടുക്കുന്നത്. ഇതാർക്ക് കഴിയും? അള്ളാഹുവാണ് വലുത് എന്ന് മനസ്സിലാക്കിയവർക്ക് കഴിയും. താടിയിൽ തൊപ്പിയുണ്ട്, തലയിൽ തൊപ്പിയുണ്ട് എന്ന് കരുതിയിട്ട്, വലിയ താടിയുടെ നീട്ടമുണ്ട് എന്ന് കരുതിയിട്ട്, വലിയ ഇൽമുണ്ട് എന്ന് കരുതിയിട്ട്, ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട്, ലക്ഷക്കണക്കിന് ആളുകളുടെ ശ്രോതാക്കളുണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ മനസ്സിൽ അഹങ്കാരം അല്പം പോലും ഉണ്ടാവില്ല. അള്ളാഹുവാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞാൽ. വറബ്ബക ഫകബ്ബിർ, അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പഠിപ്പിക്കാൻ, വസിയാബക ഫതഹ്ഹിർ, നിന്റെ വസ്ത്രം ശുദ്ധമാക്കുക. വസ്ത്രം ശുദ്ധമാക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം നല്ല വൃത്തിയും ശുദ്ധിയുള്ള അടിപൊളി വസ്ത്രം ധരിക്കുക എന്നല്ല, നിന്റെ സംസ്കാരം ശുദ്ധമാവുക. സാധാരണ നമ്മൾ മലപ്പുറത്തൊക്കെ പറയാറുണ്ട്, അത് തുണിയിൽ ചളിയാകണ പരിപാടിയാണ്. തുണിയിൽ ചളിയാവണ പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ വസ്ത്രം മുഷിയുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ സംസ്കാരത്തെ ബാധിക്കുന്ന പരിപാടിയാണ് എന്നാണ്. അതിന് സമാനമാണ് ഈ ആയത്ത് ആ അർത്ഥത്തിന്. വസിയാബക ഫതഹ്ഹിർ, നിന്റെ സംസ്കാരം ശുദ്ധമാക്കുക. സത്യസന്ധതയാണ് ഒരു ദാഴിക്ക് സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം തുടങ്ങുന്നതിന്റെ മുമ്പ് സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞു. ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിച്ചു, ജനങ്ങളെ, ഈ പർവ്വതത്തിന്റെ ഇപ്പുറത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ദാറുൽ ഹുദയുടെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗമാണ്. നബുവത്തിന്റെയും നബിചരിത്രത്തിന്റെ തുടക്കമൊക്കെ പറയുമ്പോ ഈ ചോദ്യം ഒരു ദാഴിക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? ജനങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ, സുഹൃത്തുക്കളെ, ഞാനൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒരു സത്യസന്ധനാണോ? നിങ്ങൾ എന്റെ സത്യസന്ധത അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് പരീക്ഷിച്ചിട്ട് വേണം എനിക്ക് അടുത്ത കാര്യം പറയാൻ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. ഞാൻ സത്യമാണോ പറയുന്നവൻ? ഞാൻ നിങ്ങളുടെ മുന്നിൽ സത്യവാനാണോ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ ഈ പ്രബോധിത സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ സംസ്കാരം ഉന്നതമായിരിക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നബിമാർക്ക് സമൂഹം ദോഷകരമായി കാണുന്ന കാര്യങ്ങളൊന്നും നബിമാർക്ക് അള്ളാഹു നൽകിയിട്ടില്ല. സത്യസന്ധത നൽകി, നല്ല സൗന്ദര്യം നൽകി, നല്ല ബുദ്ധിക്കൂർമ്മ നൽകി.
അവർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ജനങ്ങൾ ദോഷമായി കാണുന്ന, മലിനമായി കാണുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെന്തിനാ? സമൂഹത്തിൽ അവരെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകുവാനാ. വസിയാബക ഫത്വഹിർ, നിങ്ങളുടെ വസ്ത്രം ശുദ്ധമാക്കുക. ആ സമൂഹത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ അംഗീകാരം നേടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിജ്റയുടെ വേളയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം വിരുപ്പിൽ കിടത്തി പുതപ്പ് കൊണ്ട് മൂടാൻ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ നൽകിയ ഒരു വസിയ്യത്തുണ്ട്. അലി, ഞാൻ പോവാണ്, എന്റെ വീട്ടിൽ മക്കയിലുള്ള ഒരുപാട് ആളുകളുടെ അമാനത്ത് സ്വത്തുക്കളുണ്ട്. ഈ അമാനത്ത് സ്വത്തുക്കൾ അതിന്റെ അവകാശികൾക്ക് കൃത്യമായി നൽകണം എന്ന് പറഞ്ഞു. കുട്ടികളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരുടേതായിരുന്നു ഈ അമാനത്ത് സ്വത്തുക്കൾ? മക്കയിൽ ഇനി മുസ്ലിങ്ങളായി അവശേഷിക്കുന്നത് ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ആരാ? അലി റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ സ്വത്തല്ല. പിന്നെ അവിടെ മുസ്ലിംകളായി വളരെ ദുർബലരായ അമാനത്ത് സ്വത്തുകളൊന്നും സൂക്ഷിക്കാനില്ലാത്ത കുറച്ച് മക്കയിലേക്ക്, മദീനയിലേക്ക് ഹിജ്റ പോകാതെ അവശേഷിച്ച കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലായി. പിന്നെ ആരുടേതാണ് ഈ സ്വത്തുക്കൾ? മക്കയിലെ മുശ്രിക്കുകളുടെ സ്വത്തുക്കളാ, അവിശ്വാസികളുടെ സ്വത്തുക്കളാ. എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വത്തുക്കളെ ഏൽപ്പിക്കാൻ മാത്രം നബിയിൽ സത്യസന്ധതയും വിശ്വസ്തതയും കണ്ടതുകൊണ്ടാണ്. ശത്രുക്കളുടെ ഭാഗത്തുള്ള ആളുകൾ പോലും നബിയെ അമീനായും സ്വാദിക്കായും കണ്ടു എന്നതുകൊണ്ടാണ് അവരുടെ സ്വത്ത് സൂക്ഷിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞത് മനുഷ്യന് അത്രയും ആർത്തിയുള്ള കാര്യമാണല്ലോ. അത് കള്ളന്മാരുടെ കയ്യിൽ കൊടുക്കൂല. കാരണം മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യൻ ധനത്തോടുള്ള ഇഷ്ടം കഠിനമായവനാണ് എന്ന. ധനത്തോടുള്ള ഇഷ്ടം കഠിനമായവനാണ് മനുഷ്യൻ എന്ന. നമുക്കറിയാലോ, പണത്തിനു മുന്നിൽ പിണവും വാപ്പിളർക്കും എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. പണത്തിനു മുന്നിൽ പിണവും വാപ്പിളർക്കും എന്ന് പറഞ്ഞാല്, പിണം പറഞ്ഞ ശവം എന്നാ. ശവത്തിനെങ്ങനെ തോണ്ടിയിട്ട് ഇതറ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് പറയും എന്നാ പറഞ്ഞിരർത്ത്. അത്രയും ധനമോഹിയാണ് മനുഷ്യൻ. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാര്, ഇത്രയും പീഡിപ്പിക്കുന്ന ഒരാള് ഇവിടുന്ന് ഏത് സമയത്തും മുങ്ങാൻ താല്പര്യമുണ്ട്, സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും എന്തേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത് വരെ ആ സ്വത്തൊന്നും തിരിച്ചു വാങ്ങാതെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്? ഇതൊരു ദാഇ സമൂഹത്തിൽ നേടേണ്ട അംഗീകാരമാണ്. ദാഇ സമൂഹത്തിൽ നേടേണ്ട അംഗീകാരം. ഇത് പ്രബോധിത സമൂഹത്തിലെ അമുസ്ലിംകളായ ആളുകളുടെ ഇടയിൽ നമുക്കുണ്ടാവേണ്ട അംഗീകാരമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അബൂ താലിബിന് എന്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസക്തി? അബൂ താലിബിന്റെ പ്രസക്തി എന്താ ഇസ്ലാമിക ചരിത്രത്തിൽ? അബൂ താലിബ് മരണപ്പെട്ടതോടുകൂടി ഹിജ്റയിലേക്കുള്ള ദൂരം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? അവിശ്വാസിയായ അബൂ താലിബിനെ പ്രബോധന രംഗത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. അതായത് നമ്മോട് സ്നേഹമുള്ള, നമ്മോട് കാരുണ്യമുള്ള, നമ്മോട് സഹതാപമുള്ള, നമ്മോട് സൗഹാർദ്ദത്തിൽ നിൽക്കാൻ താല്പര്യമുള്ള അമുസ്ലിംകളെ നമ്മൾ കൂടെ നിർത്താൻ തയ്യാറാവണം. അത് ദഅവത്തിന്റെ വലിയൊരു ഘടക. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ശത്രുക്കളാക്കി മാറ്റാനല്ല. നമ്മുടെ സംസാരം, നമ്മുടെ പോസ്റ്ററുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രസ്താവനകൾ, നമ്മുടെ ജീവിത ശൈലികൾ അത് അബൂജാഹിലുമാരുമാരുണ്ടാക്കാനല്ല, അബൂ ത്വാലിബുമാരെ ഉണ്ടാക്കാനുള്ള ശക്തി നേടണം. നമ്മളൊരു വീടുണ്ടാക്കുക, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നത് ഒരു അമുസ്ലിം സുഹൃത്ത്, പാവപ്പെട്ടവൻ, അവന്റെ മുന്നിൽ അവന്റെ വീട് ഒരു 4-5 ലക്ഷം രൂപയുടെ ചെറിയ വീടാണ്. അവന്റെ വീടിന്റെ അപ്പുറത്താണ് നമ്മൾ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ മുടക്കിയിട്ട് വീടുണ്ടാക്കുന്നത്. ഇത് ദഅവത്തിന് ചേർന്നതല്ല സുഹൃത്തുക്കളെ. നമ്മൾ ദീനി രംഗത്തുള്ള ആളുകളാണ് ഇവിടെ നല്ല മാതൃകകൾ കാണിക്കേണ്ടത്. നമ്മളൊരു വീടുണ്ടാക്കുമ്പോ നമ്മുടെ അയൽവാസികളുടെ വീടിന് സമാനമായൊരു വീട്, അവരുടെ മനസ്സിൽ നമ്മോട് വിഷമമുണ്ടാക്കുന്നതല്ല. ഇവനെന്ത് ദാഴിയാടോ, ഇവനെന്ത് ഹുദവിയ, ഇവനെന്ത് മൂല്യര എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലൊക്കെ ലാളിത്യം നമ്മൾ കാണുന്നുണ്ട്. ദാഴിമാരുടെ ഒക്കെ ജീവിതത്തിൽ ലാളിത്യം കാണുന്നുണ്ട്. ഇതിന് വലിയൊരു കാരണമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ സംഗതി. പ്രത്യേകിച്ചും അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ വെടിയണം. അത് നമുക്ക് ഗുണം ചെയ്യൂല.
അത് നമ്മുടെ ദീനിനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കും, ദാഴിയെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കും. അമുസ്ലിംകളായ ആളുകളുടെ മനസ്സ് പിടിക്കാൻ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമുക്ക് സാധ്യമാകണം. ഞാൻ ഓർത്തുപോവുകയാണ്, മൗലാന CH ഐദ്രോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ കഴിഞ്ഞൊരു 50 വർഷം കേരളം കണ്ട ഏറ്റവും നല്ല ദാഴിയാണ് ആര് എന്ന് ചോദിക്കുമ്പോ പരിചയമുള്ളവർക്കൊക്കെ നിസ്സംശയം പറയാൻ കഴിയും, അത് മൗലാന CH. എന്താ, അദ്ദേഹം ഒരിക്കൽ കർണാടകയിൽ യാത്ര ചെയ്ത സംഭവമൊക്കെ നിങ്ങൾ ദാറുൽഹുദ വിദ്യാർത്ഥികൾ കേട്ടിട്ടുണ്ടാകും. മലപ്പുറത്തൊക്കെ ചെയ്യുന്നത് പോലെ അദ്ദേഹം ഹൈവേയിൽ കയറിയിട്ട് കൈ കാണിച്ചപ്പോ വാഹനം നിർത്തി, ലോറി നിർത്തി, ഉസ്താദ് അതിൽ കയറിയതിന്റെ ശേഷം അവര് പരിചയപ്പെടുത്തി, ഞങ്ങളിങ്ങനെ ഒരു വർഗീയ സംഘടനയുടെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ സംഘടനയുടെ ആളുകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് വളരെ നിഷ്കളങ്കനായി ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്നെ കയറ്റിയത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഈ മുനിമാരെയും ഋഷിമാരെയൊക്കെ ബഹുമാനിക്കണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമാരതാ? കുഴപ്പം നമ്മുടേതാണ്. നമ്മളൊന്ന് ഋഷിമാരും മുനിമാരും ആകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ശത്രുക്കൾ കൂടാനുള്ള കാരണം. ഇതാ, ക്ഷമയോടുകൂടി നിലകൊള്ളുകയും എന്നിട്ടും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന സ്വഭാവം, ഇതാണ് ശത്രുക്കൾ കൂടുമ്പോൾ സ്വീകരിക്കേണ്ടത്. ലതുബ്ലവുന്ന ഫീ അംവാലികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വല്ലദീന അശ്റകൂ അദൻ കസീറ. നിങ്ങളുടെ സ്വത്തുക്കളിലും നിങ്ങളുടെ ജീവനുകളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അവിശ്വാസികളിൽ നിന്ന്, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, നിങ്ങളുടെ മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഹബീബിന്റെ കാർട്ടൂൺ ഉണ്ടാക്കി എന്ന് കേൾക്കേണ്ടി വരും, ഖുർആൻ കത്തിച്ചു എന്ന് കേൾക്കേണ്ടി വരും, മാട്ടിറച്ചി കഴിച്ചതിന്റെ പേരിൽ അറുത്തു എന്ന് കേൾക്കേണ്ടി വരും, പള്ളികൾ കത്തിച്ചു എന്ന് കേൾക്കേണ്ടി വരും. പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. ആ സമയത്ത് എന്ത് നിലപാട് സ്വീകരിക്കണം? ഫൈൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും അതോടൊപ്പം തഖ്വയിൽ നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അല്ലാഹു പഠിപ്പിക്കുക. തഖ്വ ചെയ്യുക. ചില ആളുകൾ സഹിഷ്ണുത എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുൾ സെക്കുലർ ആവും. പെരയിൽ ഓണസദ്യ ഉണ്ടാക്കും, പെരയിൽ ക്രിസ്തുമസിന് സദ്യ ഉണ്ടാക്കും. ഇതല്ല സഹിഷ്ണുത, അത് മതേതരത്വമാണ്. ഏത് മതവും സ്വീകരിക്കുക എന്നൊരു മാനസികാവസ്ഥയാണത്. അതല്ല, ഇസ്ലാമിൽ ഉറച്ചു നിന്നുകൊണ്ട് സൗഹാർദ്ദമുള്ളവനാവുക, അതാണ് നമ്മൾ ശീലിക്കേണ്ടത്. നല്ല വെള്ള വസ്ത്രം ധരിച്ച്, നല്ല താടി വെച്ച്, നല്ല തൊപ്പി വെച്ച്, ഇതൊന്നും അഴിക്കാതെ കാഷായ വസ്ത്രം ധരിച്ച ഹിന്ദു പണ്ഡിതന്റെ കൈപിടിക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. അല്ല, ഞാനിന്നൊരു ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് പാന്റും ഷർട്ടൊക്കെ ഇട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ മതമല്ലല്ലോ വളരുന്നത്. അവിടെ മതങ്ങൾ വളരുന്നില്ല, അവിടെ മതേതരത്വമാണ് വളരുന്നത്. ഏത് മതവുമാകാം എന്ന ഒരു നിർമ്മത സ്വഭാവത്തിലേക്കാണ് എത്തുന്നത്. അവിടെയല്ല. മതസഹിഷ്ണുത വളർത്താൻ ദാഴിക്ക് വേണ്ടത് ഇതാണ്. എന്റെ മതം ശരി, മറ്റുള്ളവരുടെയൊക്കെ മാനുഷികമായ ബന്ധങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പ്രബോധനം ചെയ്യുമ്പോ മറ്റുള്ള ഇതര സമൂഹത്തിലുള്ള ആളുകൾ ആകവും ജീവിത രീതിയും നമുക്കുണ്ടാവണം. തിന്മകൾ, ബിംബാരാധന വെടിയുക. നീ ഒരു നന്മ ചെയ്യരുത്, അത് വലിയ കാര്യമാണ് എന്ന് കരുതിയിട്ട്. ഇന്നത്തെ ദഅവത്തിന്റെ മുന്നിലുള്ള വലിയൊരു ദുസ്വഭാവമാണിത്. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് അതിന് വലിയ പ്രചാരണം നടത്താം, വലിയ പരിചയപ്പെടുത്തൽ നടത്തും. അതാരെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ വരികയാണെങ്കിലോ അവരെക്കുറിച്ചും പറയും. ഒരുപാട് ആളുകൾ ഇസ്ലാമിക്ക് കൊണ്ടുവന്ന ആളാണ്, ഒരുപാട് പിന്നെ കേരളത്തിന്റെ പുറത്ത് ഒരുപാട് സേവനം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാഗത പ്രസംഗകർക്ക് ഒരു പ്രശംസിക്കുക എന്നുള്ളൊരു ദുസ്വഭാവമുണ്ട്. ഒരുപാട് ദാഴിമാരുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണത്. പരമപുച്ഛമാണ് നമുക്ക് അങ്ങനത്തെ സ്വാഗത പ്രസംഗകരോട്. അത് ചെയ്യരുത്, അത് നല്ല സംസ്കാരമല്ല.
കാരണം ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ പ്രശംസ ആഗ്രഹിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് ഒഴിവല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഈ പ്രസംഗകർക്ക് കുറച്ച് മലയാള പദം അറിയണമല്ലോ, ഓലിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കും എന്ന് കരുതിയിട്ടാണ് ദാഴി നിൽക്കേണ്ടത്. അതിലൊന്നും നമ്മൾ വീണു പോകരുത്. നമ്മൾ നമ്മുടെ പണിയെടുക്കുക. പ്രശംസിക്കുന്ന ആളുകൾക്ക് അതാണ് പണി. അവർ പ്രശംസിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ വീണു പോകരുത്. നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ കാര്യമാണ്. വല തംനുൻ, നീ ഒരു നന്മ ചെയ്യരുത്. തസ്തക്സിർ, അത് അധികമാണ് എന്ന ഭാവത്തിൽ. ആയത്തിന് തന്നെ മറ്റൊരു വിശദീകരണമുണ്ട്. നീ നന്മ ചെയ്യരുത്, അതിലും കൂടുതൽ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി. ഇത് രണ്ടും താഴിക്ക് ചേർന്നതല്ല. വരാൻ പോകുന്ന വലിയൊരു നേട്ടം മുൻനിർത്തിയിട്ട് ചെറിയൊരു കാര്യം ചെയ്യാം, അതും ചേർന്നതല്ല. അതേപോലെ നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ കാര്യങ്ങൾ അത് വലിയ കാര്യമാണ് എന്ന് നമുക്കൊരിക്കലും തോന്നരുത്. ആ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യരുത്. പ്രചാരണം ഇന്നിപ്പോ എല്ലാവരും പത്രപ്രവർത്തകരായ ഒരു കാലാണ്. സോഷ്യൽ മീഡിയ ആ കിടക്കുന്ന തലയണിയിൽ തലയും വെച്ചിട്ട് തോന്നിയതൊക്കെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയപ്പോ നിസ്സാരമായ കാര്യങ്ങൾക്ക് പൊലിമ കൂട്ടുക എന്നൊരു ദുസ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. പിന്നുള്ളതോ, എല്ലാ പ്രയാസങ്ങളും നിന്റെ രക്ഷിതാവിന് വേണ്ടി ക്ഷമിക്കുക. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ നാളെ ദാഴിമാരായിട്ട് പോകാനുള്ള ആളുകളാണ്. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ. ഇപ്പൊ 2ലും 3ലൊക്കെ പഠിക്കുന്ന ആളുകൾ കരുതും ഞങ്ങളെ മുന്നിൽ ഇനിയുണ്ട് 9 വർഷം. അതൊക്കെ പെട്ടെന്ന് കഴിയും, വളരെ പെട്ടെന്ന് പൂർത്തിയാകും. നാളെ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങും. അതിനു മുമ്പ് നിങ്ങൾക്കുണ്ടാവേണ്ട ഒരുക്കം വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈകൊള്ളുക. ഇതൊരു സുഖമുള്ള കാര്യമല്ല ദാഴിയാവുക എന്നുള്ളത്. പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ഒരു സുഖമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ബുദ്ധിയുള്ള സമൂഹത്തെ അഭിമുഖീകരിക്കാൻ. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ജോലി നേടി ഒരു എഞ്ചിനീയറായി, അല്ലെങ്കിൽ നല്ലൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ഏതെങ്കിലും ഓഫീസിലൊക്കെ ചേർന്ന് ഒരുപാട് മെഷീനുകളുടെ കൂട്ടത്തിൽ ഒരു ജീവനുള്ള മെഷീൻ മാത്രമായി നമ്മൾ മാറുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. 8 മണിക്ക് ഓഫീസിൽ അറ്റൻഡ് ആകുന്നു, 5 മണിക്ക് നമ്മൾ പോകുന്നു, എല്ലാ മാസവും 30-ാം തീയതി വരുമ്പോൾ നമ്മൾ ശമ്പളം വാങ്ങുന്നു. ഇങ്ങനത്തെ ഒരു ജീവിതമുണ്ട്. ഇതല്ല ദാഴിയുടെ ജീവിതം. ദാഴി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എപ്പോഴും നമ്മളെ സമീപിക്കാം. നമ്മളൊരു പള്ളിയിലെ ഉസ്താദായിരുന്നു, അല്ലെങ്കിൽ ഒരു മദ്രസയിലെ അധ്യാപകരായിരുന്നു, അല്ലെങ്കിൽ ഒരു അറബിക് കോളേജിലെ ഉസ്താദായി വന്നു. ഒരു വിദ്യാർത്ഥിക്ക് നമ്മോട് ഇന്ന സമയത്തെ പരാതി പറയാവൂ എന്നൊരു സമയമൊന്നുമില്ല. ഒരു മഹല്ലിലെ ആൾക്ക് നമ്മളോട് ഇന്ന സമയത്തെ മസല ചോദിച്ചു വരാവൂ എന്നൊരു സമയമൊന്നുമില്ല. ഏത് സമയത്തും വരാം. അപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? ക്ഷമയാണ്. ജനങ്ങൾ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ വളരെ കുറച്ച് സമയം വരുള്ളൂ. അത് നമുക്ക് ക്ഷമ പഠിക്കുവാനുള്ള നല്ലൊരു വഴി ഇടയ്ക്കൊക്കെ പാണക്കാട് പോകുക എന്നുള്ളതാണ്. ചൊവ്വാഴ്ചകളിലൊക്കെ പാണക്കാട് ഒന്ന് പോയിട്ട് അവിടെ പുറത്തുനിന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുക. നമ്മൾ ഈ ആളുകൾ എന്ത് പറയാനാണ് വരുന്നത്. അപ്പൊ നമുക്ക് ക്ഷമ ഇങ്ങനെ കിട്ടും. സന്തോഷം പറയാൻ വരുന്ന ആളുകൾ വളരെ കുറവാണ്. സങ്കടങ്ങൾ പറയാനാണ് ആളുകൾ വരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുവാനും അതിന് പരിഹാരങ്ങൾ പറയുവാനുമുള്ള ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. അത് നമുക്ക് കിട്ടിയ വലിയൊരു തണലാണ്. കേരള മുസ്ലിങ്ങൾക്ക് കിട്ടിയ വലിയൊരു നിഅമത്താണ്. വന്നരായ ബാപ്പുട്ടി ഹാജി അല്ലാഹു മർക്കദ വഫാത്താകുന്നതിന്റെ കുറച്ചു മുമ്പ് അദ്ദേഹത്തോടെ വീട്ടിൽ പോയി കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോ കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിങ്ങളുടെ പ്രയാസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ആജേര് പറഞ്ഞു, നമുക്ക് പാണക്കാട്ടെ കുട്ടികളുള്ളത് കൊണ്ട് സുഖമാണ് എന്ന് കരുതാം, അവർക്കാരുള്ളത് എന്ന് ചോദിച്ചു. ഇത് വലിയൊരു ചോദ്യമാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ക്ഷമ ശീലിക്കുവാനുള്ള നല്ലൊരു പരിചയം. ആളുകൾ പല രീതിയിൽ നമ്മളെ സമീപിക്കും. അപ്പൊ നമ്മൾ നിലകൊള്ളേണ്ടത് ഒരു ചൂടിലല്ല. അപ്പൊ ചില ആളുകൾ പള്ളി കമ്മിറ്റിക്കാർ കുറച്ച് സ്ട്രോങ്ങിൽ സംസാരിച്ചാൽ നമ്മൾ അങ്ങോട്ടും സ്ട്രോങ് ആയാലേ നല്ലൊരു ധീരനായ മൂല്യരാകുള്ളൂ എന്നൊക്കെ തെറ്റിദ്ധരിച്ച ഉസ്താദുമാരുണ്ട്. അത് അബദ്ധമാണ്. അങ്ങനല്ല. നമ്മൾ പഠിച്ചു വളർന്നൊരു വഴിയും സാധാരണ ജനങ്ങൾ പഠിച്ചു വളർന്നൊരു വഴിയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാവിൽ നിന്ന് വരാൻ പോകുന്ന പദങ്ങൾ അത് കൃത്യമാണ്, അത് ലിമിറ്റഡാ. നമുക്ക് എല്ലാ പദങ്ങളും പറയാൻ പറ്റില്ല. നമ്മുടെ വസ്ത്രം നമുക്ക് എത്രത്തോളം പൊക്കാം എന്നതിന് കൃത്യമായ ലിമിറ്റ് ഉണ്ട്. നമുക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല. നമ്മുടെ
കൈ എത്രത്തോളം ഉയർത്താൻ പറ്റുമെന്നതിന് കൃത്യതയുണ്ട്. അതിനപ്പുറം നമ്മുടെ കൈ ഉയർന്നു പോകരുത്. ഇത് കൃത്യത. വലി റബ്ബിക ഫസ്ബിർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി ക്ഷമിക്കുക. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ നീളം കാണിച്ചതാണ്. സ്വഹാബിമാർക്കൊക്കെ ചിലപ്പോൾ അനിഷ്ടണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയിൽ ശത്രുക്കളുടെ എല്ലാ കാര്യത്തിനും അനുകൂലമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെച്ചു കൊടുത്തു. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് പോരാണെങ്കിൽ അവരെ തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് പോരാണെങ്കിൽ അവരെ തിരിച്ചയക്കൂല, ഇവിടെ തന്നെ നിർത്തും. ഇതൊക്കെ റസൂലുള്ളാഹി ഒപ്പിട്ട് കൊടുക്കുമ്പോ, ഒപ്പിടാൻ വേണ്ടി പറയുമ്പോ സ്വഹാബിമാർക്ക് അനിഷ്ടമുണ്ട്. പക്ഷെ അത് തിരിച്ചറിഞ്ഞത് പിന്നെ മക്കം ഫതഹിന്റെ സമയത്താ. റസൂലുള്ളാഹിന്റെ ദീർഘദൃഷ്ടി ഹുദൈബിയ സന്ധിയിലെ അന്ന് നമ്മൾ സ്വീകരിച്ച രീതി അത് പിന്നീട് തിരിച്ചറിഞ്ഞു. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പൊ ഓരോ സമയത്തും ക്ഷമയോടുകൂടി നിലകൊള്ളുക എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കുവാനുള്ള വഴി. നമ്മൾ സ്വീകരിക്കേണ്ട രീതി അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും കണ്ടു ശ്രദ്ധിക്കട്ടോ, കുട്ടികളും കണ്ടു നോക്കി പെട്ടെന്ന് അവസാനിപ്പിക്കും. നിങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു ലോകമുണ്ട്. ക്യാമ്പസിൽ നിന്ന് നമ്മളിവിടെ അങ്ങനെ ഈ ചുമരിന്റെ ഉള്ളിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാലുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ലോകമല്ല ഇന്നുള്ളത്. ലോകം ഒരുപാട് മാറി. നമ്മളൊക്കെ കരുതും കേരളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നേറ്റാണ്. ഇന്ന് നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്ന് പരിശോധിക്കും. ഫാറൂഖ് കോളേജിൽ 87% പെൺകുട്ടികളാണ്. അവിടെ പഠിക്കുന്നൊരു ഹുദവി വിദ്യാർത്ഥി പറഞ്ഞതാ. 87% പെൺകുട്ടികളാണ്. 13% ആൺകുട്ടികളും 87% പെൺകുട്ടികളും എന്ന് പറയുന്നത്, അപ്പൊ ഇനിയൊരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലിംഗസമത്വത്തിന്റെ പേരിൽ വിവാദമൊന്നും ഫാറൂഖ് കോളേജിൽ ഉണ്ടാവില്ല. കാരണം 100% പെൺകുട്ടികളാവും. അപ്പൊ ബാക്കിയുള്ള ആൺകുട്ടികൾ എന്താകുന്നു? വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ആൺകുട്ടികൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ ആൺകുട്ടികള് പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാനത് അദ്ദേഹത്തോടും പങ്കുവച്ചു. പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കല്ലേ ആൺകുട്ടികൾ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രൊഫഷണൽ കോളേജുകൾ ആപേക്ഷികമായി ആൺകുട്ടികളുണ്ട് എന്ന് പറയാം. പക്ഷെ നമുക്ക് പ്രത്യേകിച്ചും മലബാറിൽ മുസ്ലിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പണമുണ്ടായാൽ മതി, വിദ്യയൊന്നും വേണ്ട. കടലുണ്ടിപ്പുഴയും ചാലിയാർ പുഴയും ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മണൽ വാരി പണക്കാരനാവാം. അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളവും നെടുമ്പാശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടക്കൊക്കെ ഒരു 18 20 വയസ്സാകുമ്പോഴേക്കും തന്നെ നമുക്ക് വിദേശത്തൊക്കെ എത്തി വലിയ എഞ്ചിനീയർമാരും ഡോക്ടർമാരും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ നേടുന്നതിന്റെ അനേകം ഇരട്ടി പണം നമുക്കുണ്ടാക്കാം എന്ന ഒരു ആലസ്യത്തിലാണ് മലബാറിലുള്ള ചെറുപ്പക്കാർ. ഇങ്ങനെ വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ സമൂഹമാണ് വിമത മനസ്സോടുകൂടി സമൂഹത്തിൽ നിലകൊള്ളുന്നത്. അവരാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ വിമത സ്ഥാനാർത്ഥികളാക്കാൻ രംഗത്ത് വരുന്നത്. അവർക്ക് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. കാരണം അവർ കൃത്യമായി പത്രമൊന്നും വായിക്കാറില്ല. അവർ കൃത്യമായി സമൂഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഇടപെടാറില്ല. അവർ സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തുന്നത് ചില ആവശ്യമില്ലാത്ത ജോക്സ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനത്തെ ഒരു സമൂഹത്തെ നമ്മൾ അഭിമുഖീകരിക്കാനുണ്ട്. അവർ നാളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുകയാണ്. കാരണം കയ്യിൽ പണം ഉണ്ടാകും, അവർക്ക് നേതാവാകണം എന്നുള്ള മോഹം ഉണ്ടാകും. പക്ഷെ നേതൃഗുണങ്ങൾ ഉണ്ടാവുകയില്ല. ഇവരെ നമ്മൾ നേരിടേണ്ടി വരും. എല്ലാവരും അവരവരുടെ രംഗത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥത സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ മറികടക്കാൻ ശക്തമായ ആയുധങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നിൽ നിൽക്കേണ്ടത്. അതിന് സുഹൃത്തുക്കളെ, ഒരു സന്നദ്ധത വേണം നിങ്ങൾക്ക്. ഞാൻ മരിക്കുന്നത് വരെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ പോകൂ എന്ന ഉറച്ച തീരുമാനം എടുക്കുക. നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്ക് നമുക്ക് വേണ്ടി അള്ളാഹു ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതിനാദ്യം നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. നമ്മളൊരു ചാണെടുക്കുമ്പോഴാണ് അള്ളാഹു ഒരു മുഴ എടുക്കുന്നത്. നമ്മളൊരു മുഴ എടുക്കുമ്പോഴാണ് അള്ളാഹു ഒരു വാര എടുക്കുന്നത്.
നമ്മൾ നടന്ന് അള്ളാഹുലേക്ക് പോകുമ്പോഴാണ് അള്ളാഹു നമ്മിലേക്ക് ഓടി വരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾ ഇന്നൊരു നിയ്യത്തെടുക്കുക, ഞാൻ പുറത്തിറങ്ങുമ്പോ ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കാൻ പോവാണ്. അതായി കഴിഞ്ഞാലോ നമ്മൾ തയ്യാറാകും. അപ്പൊ ഈ സമൂഹത്തെ നേരിടാനുള്ള വഴി നമ്മുടെ മുന്നിലുണ്ടാകും. അതിന് നമുക്ക് ധനമോഹം നമ്മെ ഒരിക്കലും തടസ്സം നിൽക്കരുത്. നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നിങ്ങളുടെ കൂടെയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ആളുകളൊക്കെ വലിയ വാഹനങ്ങളിലൊക്കെ വലസുമ്പോ നിങ്ങൾക്കൊരു നിരാശാബോധം ഉണ്ടാവരുത്. ഞാനൊരു മൂല്യരായതുകൊണ്ട് എന്റെ അടുത്ത് പൈസ ഇല്ല, അങ്ങനെ കരുതരുത്. നമുക്കുള്ള പദവി അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ولا يغرنك تقلب الذين كفروا في البلاد متاع قليل. അവിശ്വാസികളായ ആളുകളൊക്കെ അവരൊക്കെ നാട്ടിൽ വലിയ ആധിപത്യം നടത്തുന്നത് കണ്ടിട്ട് നബിയെ അങ്ങേക്കൊന്നും തോന്നരുത്, മത്താഉൻ ഖലീൽ, അതൊക്കെ വളരെ ചെറിയ വസ്തുക്കളാണ്, വളരെ നിസ്സാരമായ സാധനമാണ്. അള്ളാഹു അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. അള്ളാഹു അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഇസ്സത്ത് നമ്മളൊരു ദാഇയായി നിലകൊള്ളുന്നിടത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹത്തെ സംസ്കരിക്കുവാനുള്ള വഴി എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക. അതോടൊപ്പം ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളോട് പൊരുതുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചാലഞ്ച്. ഞാൻ പറയുന്ന കാര്യം കുട്ടികൾ ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കുടുംബത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. നമുക്ക് നമ്മെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവന് ഹുദവിയായി വന്നിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ എന്ന് കരുതുന്ന ഉപ്പമാരുണ്ടാവും. ആദ്യമേ നിങ്ങളിതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഉപ്പ, ഞാനൊരു പണക്കാരനാവാന്നുള്ള ഉദ്ദേശത്തിലല്ല പഠിക്കണത്, എന്റെ ലക്ഷ്യം ഇതായിരിക്കും. അപ്പൊ ഉപ്പാക്ക് നമ്മളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ കുറച്ചു കൊണ്ടുവരണം. നേരെ മറിച്ച് ഞാനിട്ട് പുറത്തിറങ്ങിയാൽ എന്റെ ഉപ്പ ഗൾഫിൽ നിന്നുള്ള ആ ജോലി നിർത്തി നാട്ടിലേക്ക് വരും, എന്നെ പറഞ്ഞയക്കും എന്നൊരു ഉദ്ദേശം, ആ സ്വപ്നത്തിനനുസരിച്ചാണ് നമ്മ ഉപ്പാന്റെ മനസ്സിൽ നമ്മൾ വളരുന്നതെങ്കിൽ നമുക്ക് ദാഴിയാകാൻ കഴിയൂല. കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയൂല. പക്ഷെ നമുക്കൊരു തന്ത്രപരമായി നീങ്ങാൻ കഴിയും. എന്താ ചെയ്യാൻ കഴിയാ? എന്റെ പണി ഇതായിരിക്കും എന്നുള്ളത് ഇടക്കിടക്ക് ഇങ്ങനെ ഉപ്പാനെയും ഉമ്മാനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചെയ്യാൻ പോകുന്ന പണി ഇതാണ്. അതിന്റെ പ്രാധാന്യം ഉപ്പയെ ഉമ്മയെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മാനസികമായി തയ്യാറാകേണ്ടത് സാമ്പത്തികമായ മത്സരങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസം, നമ്മളൊക്കെ വീട് വെക്കുന്നത് അയൽക്കാർക്ക് വേണ്ടി എന്നുള്ളതാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല വീട് വെക്കുന്നത്. എന്റെ അയൽവാസി എത്ര വലിയ വീടാണ് ഉണ്ടാക്കുന്നത്, അത്ര വലിയ വീട് എനിക്കുള്ളതായാലേ എന്റെ വീട്ടിൽ ഐശ്വര്യമുള്ളൂ എന്നാ തെറ്റിദ്ധരിക്കുന്നത്. അയൽക്കാരന്റെ ഗൃഹപ്രവേശനത്തിന്റെ ദിവസത്തിന്റെ രാത്രിയാണ് അടുത്ത വീട്ടിൽ കുടുംബകലഹം തുടങ്ങുന്നത് എന്ന് സാമൂഹിക പ്രവർത്തകർ പറയാറുണ്ട്. കാരണം എന്താ? നമ്മുടെ വീട് ചെറുതാണെന്ന് നമ്മൾ തോന്നുന്നത് അയൽവാസി വലിയ വീടുണ്ടാക്കുമ്പോഴാണ്. ഈ മാനസികാവസ്ഥയിൽ ഏറ്റവും ചുരുങ്ങിയത് ദീന് പഠിച്ച് നമ്മളെങ്കിലും ഒഴിവാകണം, ആലിമീങ്ങളായ നമ്മളെങ്കിലും ഒഴിവാകണം, മതരംഗത്തുള്ള നമ്മളെങ്കിലും ഒഴിവാകണം. നമ്മളതിൽ നിന്ന് മാറി നിൽക്കല്ല. എനിക്ക് ആവശ്യമുള്ളൊരു വീടേ ഉള്ളൂ, അത് മതി. എനിക്ക് യാത്ര ചെയ്യാനുള്ളൊരു വാഹനം ആവശ്യമുള്ളൂ. എന്റെ അയൽവാസി എന്റെ വീടിന്റെ എത്ര നിലകൾ ഉണ്ടാവണമെന്ന് തീരുമാനിക്കേണ്ട, എന്റെ വീടിന്റെ ഫ്ലോർ എങ്ങനെയായിരിക്കണമെന്ന് എന്റെ അയൽക്കാരനോ എന്റെ ജ്യേഷ്ഠനോ എന്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളോ തീരുമാനിക്കണം. അത് ഞാൻ തീരുമാനിക്കും. എനിക്ക് താമസിക്കാനുള്ള വീടാണ്. അങ്ങനെയാക്കുമ്പോ ഈ സാമ്പത്തിക മത്സരങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലെങ്കിലോ നമ്മളും ഈ ഒഴുക്കിൽ അങ്ങനെ ഒഴുകിപ്പോകും. പണമാണ് വലുത്. അപ്പൊ നമ്മുടെ മുന്നിൽ അള്ളാഹു വലുത് എന്ന ചിന്തയിൽ നിന്ന് അൽമാലു അക്ബർ എന്ന വലിയൊരു തെറ്റിദ്ധാരണയായിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ മാറണം. കാരണം ഈ രംഗത്ത് നിന്ന് നമ്മൾ മാറിപ്പോയാൽ പ്രിയമുള്ളവരെ സമൂഹത്തിന് വലിയ നഷ്ടമാണ്. കേരളത്തിന്റെ പുറത്തുള്ള അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മയൊക്കെ തേടി കാത്തു നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട് പുറത്ത്. പരമദരിദ്രരായ ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, നേതൃത്വമില്ലാത്ത ആളുകൾ, എന്തു ചെയ്യുന്നുവെന്നറിയാതെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാഴ്വസ്തുക്കളെ പോലെ നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട് കേരളത്തിന്റെ പുറത്ത്. അവരൊക്കെ നമ്മെ കാത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ അവർക്കില്ലാത്തത്? പണം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. നേതൃത്വം കൊടുക്കാൻ പറ്റിയ ആലിമീങ്ങളുടെ കുറവാണ് അവിടെ ഉള്ളത്. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും. വന്ദരായ ഹജിക്ക അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ച് സന്നദ്ധതയുള്ള ഒരുപാട് ഉസ്താദുമാരെ സംഘടിപ്പിച്ച്
ബാപ്പുട്ടി ഹാജി കണ്ട ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾ മാനസികമായി തയ്യാറാവണം. കേരളത്തിന്റെ പുറത്തുള്ള ഏതെങ്കിലും പ്രദേശത്ത് പോയി ഒരു മദ്രസയോ ഒരു സ്കൂളോ അല്ലെങ്കിൽ നല്ലൊരു പള്ളിയോ ഉണ്ടാക്കി അവിടെ സേവനങ്ങൾ ചെയ്ത് അവിടുത്തെ സമൂഹത്തെ സംസ്കരിച്ച് അവിടുത്തെ ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ സാഹോദര്യമുണ്ടാക്കി ഇസ്ലാമിക ദഅവത്ത് എത്താത്ത സ്ഥലങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാണ് കരുതിയാൽ അതിലുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും. കാരണം പരിതാപകരമാണ് സുഹൃത്തുക്കളെ, പരിതാപകരമാണ്, വളരെ പ്രയാസകരമാണ് അവസ്ഥ. വിശുദ്ധ ഖുർആൻ അറിയാത്ത, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിവരമില്ലാത്ത, മുസ്ലിം കുടുംബത്തിൽ പിറന്നതിന്റെ പേരിൽ മാത്രം മുസ്ലിംകളുടെ കേവലം ഒരു ആചാരമതമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു സമൂഹം. അടിസ്ഥാന കാര്യങ്ങൾ അറിയില്ല. ആസാമിലൊരു ഗ്രാമത്തിലേക്ക് ദാറുൽ ഹുദായുടെ ഭാരവാഹികൾ ചെന്നപ്പോ അവിടെ ഒരു പള്ളിയുണ്ട്. അടുത്ത പള്ളിയിലെ മുഅദ്ദിനിനോട് ഈ ദാറുൽ ഹുദാ ഭാരവാഹി ചോദിച്ചു, ഇവിടെ മരിച്ചാലൊക്കെ മറവ് ചെയ്യൽ എങ്ങനെയാണ്? അപ്പൊ അവര് പറഞ്ഞ മറുപടി, ഞങ്ങൾ മരിച്ചാൽ അതിങ്ങനെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ബ്രഹ്മപുത്ര നദിക്കിടലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, അത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കുഴിയെടുത്തിട്ട് മറവ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോ ഇതുവരെ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ഇതാരും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പള്ളിയുള്ള സ്ഥലത്ത് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ വേറെയുണ്ട്. പശ്ചിമ ബംഗാളിലെ ചൗബീസ് പർഗാനയിൽ ജോലി ചെയ്യുന്ന ഒരു ഹുദവി സുഹൃത്തിനോട് പറഞ്ഞു, അവിടെ ഒരു NGO പ്രവർത്തിക്കുന്നുണ്ട്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അവർ ചെയ്യുന്ന പണി എന്താണെന്നറിയാം? സ്ത്രീകൾക്ക് മെൻസസ് സമയത്ത് ഉപയോഗിക്കുവാനുള്ള കോട്ടൺ വിതരണം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്താ ചെയ്യാന്നറിയാം? മണ്ണ് പുരട്ടാണ്. മെൻസസ് സമയത്ത് മുസ്ലിം സ്ത്രീകൾ മണ്ണുപുരട്ടി ജീവിക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിലുള്ള നമ്മുടെയൊക്കെ കുടുംബത്തിലെ പശ്ചാത്തലങ്ങളും ഇതുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്ത് നോക്കും. എന്നിട്ടൊരു ക്രൈസ്തവ NGO മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾക്കിടയിൽ പഴയ തുണികൾ വിതരണം ചെയ്യാം. 52% മുസ്ലിങ്ങളുടെ പ്രദേശത്താണ്. ഒരു 4-5 മാസം മുമ്പ് അവിടെ പോകാനുള്ള അവസരം ഉണ്ടായി. ഓൾ ഇന്ത്യ സുന്നത്ത് ജമാഅത്ത് എന്നു പേരുള്ള ഒരു സംഘടന ഉണ്ട് അവിടെ. അവര് ദാറുൽ ഹുദായിൽ വന്നപ്പോ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടുത്തെ മഹല്ല് ആളുകളുടെ പരിപാടി. ഇതിന് സമാനമായൊരു പരിപാടി ഞങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അവരോട് സംസാരിച്ചു. 73 മതസ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. ഇതുപോലുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കും. കാരണം കിടക്കുന്നിടത്ത് തന്നെയാണ് അവർ പഠിക്കുന്നത്. പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല. വെറും 4ാം ക്ലാസ് വരെ മാത്രമാണ് ആ കുട്ടികൾ സ്കൂൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ഗ്രാമത്തിൽ പോയപ്പോ അവിടുത്തെ ഒരു വ്യക്തിയോട്, ഇവരുടെ സംഘടനയുടെ പ്രവർത്തകരോട് ചോദിച്ചു, എന്താണ് ഈ 4ാം ക്ലാസ്സിൽ പഠനം നിർത്താനുള്ള കാരണം? 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കിന് കുട്ടികൾ പണിക്ക് പോകാനുള്ള ഒരു ശരീരബലത്തിലേക്ക് എത്തും. അപ്പൊ ചെമ്മീന് തൊലിക്കാൻ പോയാൽ 70 ഉറുപ്പിക കിട്ടും. അപ്പൊ അത് പോയിട്ടില്ലെങ്കിൽ ആ പൈസ എനിക്ക് കുറയാണല്ലോ. അപ്പൊ എന്റെ കുട്ടീനെ ചെമ്മീന് തൊലിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാല് അവന്റെ ഭക്ഷണത്തിന്റെ ചെലവ് ഞാൻ അറിയണ്ട. ഇങ്ങനെ വളരെ നിസ്സാരമായി വിദ്യാഭ്യാസത്തെ കാണുന്ന സമൂഹം. ഇവിടെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഈ 1 കോടി രൂപക്കൊക്കെ വീടുണ്ടാക്കാൻ പോകുന്ന പണക്കാരെ വിളിച്ചിട്ട് പറയുമോ, സുഹൃത്തെ, നിങ്ങൾ ആ 1 കോടിന്റെ വീട് ഒരു 30 ലക്ഷത്തിന് കുറക്കുകയാണെങ്കിൽ ബാക്കി പൈസ ഉണ്ട്, ഞാൻ ബംഗാളിൽ ഒരു സ്കൂൾ ഉണ്ടാക്കിക്കൊണ്ട എന്ന് പറയാം. അതിന് സന്നദ്ധത നെഹ്ജുർ റഷാദിലെ കുട്ടികൾ ഉണ്ടാക്കുക. 2 ആൾ തീരുമാനിക്കുക. വലിയ വീടുണ്ടാക്കുന്ന പണക്കാരൊക്കെ പോയി കാണാം. നിങ്ങളൊരു 50 ലക്ഷം തന്നാൽ മതി, ഞാൻ സ്കൂളും മദ്രസും ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം. സ്വന്തമായി വീടുണ്ടാക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് മക്കൾ ആ സ്കൂളിലൂടെ വരും. എന്നിട്ട് ബീഹാറിലും UP-യിലൊക്കെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു LP സ്കൂൾ പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോയിട്ട് നമ്മൾ സ്കൂളുകൾ ഉണ്ടാക്കുക. നമ്മൾ ഈ ദൂർത്തടിക്കുന്ന പണം ഇതിനു വേണ്ടി വിനിയോഗിക്കുക. ഇന്നലെ ഞാനൊരു പ്രസിദ്ധീകരണത്തിൽ വായിച്ചു, 7000 ടണ്ണ് ഭക്ഷണ സാധനങ്ങൾ കേരളത്തിൽ പ്രതിദിനം വേസ്റ്റ് ആകുന്നു. 7000 ടണ്ണ് കേരളത്തിൽ മാത്രം. ഇതൊക്കെ ആരുടേതാ? ആ 7000 ടണ്ണിലേക്ക് ജനസംഖ്യാനുപാതത്തിൽ ഒരു 2500 ടണ്ണൊക്കെ സംഭാവന ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. കാരണം എന്താണ്? ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ 1500 ആളെ ക്ഷണിക്കും. 2000 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാകും. ക്ഷണം സ്വീകരിക്കുന്ന 1000 ആളുകളായിരിക്കും.
50% ഭക്ഷണം വേസ്റ്റ് ആകും. ഇങ്ങനെ എത്ര വീടുകളാണെങ്കിലോ 75 ലക്ഷം 1 കോടി രൂപക്കൊക്കെ വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ അത്ര മനോഹരമായ ഒരു പൂട്ടുണ്ടാക്കിയിട്ട് പൂട്ടിയിട്ടിട്ട് കുടുംബസമേതം ദുബൈയിലും ജിദ്ദയിലൊക്കെ പോയി താമസിക്കും. ഒരു ലാഭമില്ലാത്ത ഇൻവെസ്റ്റാണ്. ഈ 1 കോടി രൂപ കച്ചവടത്തിൽ ഇറക്കുകയാണെങ്കിൽ മാസത്തിൽ ലാഭം കിട്ടും. ഇതൊരു ലാഭമല്ല. ഇതെന്താണ്? ഇത് ഇന്ന ആളുടെ വീടാണ് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഏതോ രാജ്യരുടെ വീട് എന്നല്ലാതെ ബസ്സിൽ പോകുന്ന ആളുകൾക്ക് ഇത് ആരുടേതാണെന്ന് അറിയില്ല. നമ്മെ അറിയുകയും നാം അറിയുകയും ചെയ്യുന്ന 1000-ൽ താഴെയുള്ള ആളുകളുടെ മുന്നിൽ മാത്രമാണ് ഈ വലിയ വീട് വെക്കുന്നവന്റെ അഭിമാനമുള്ളത്. അവനറിയാത്ത ആളുകൾക്ക് എന്ത് അഭിമാനം? നമ്മെ അറിയാത്ത ആളുകളുടെ മുന്നിൽ നമുക്ക് എന്ത് അഭിമാനം? ഒരു അഭിമാനമില്ല. പക്ഷെ ഈ പണം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടെങ്കിൽ അത് ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ബംഗാളിലും ആസാമിലുമൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. അതിനെ ഉപയോഗപ്പെടുത്തണം. 1.5 മാസം മുമ്പ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 17 വയസ്സുള്ള വസീം അഹമ്മദ് എന്നൊരു കുട്ടിയെ കണ്ടു. അല്പം സാമ്പത്തിക പിൻബലമുള്ള കുട്ടിയാണ്. 300 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. +2 പഠിക്കുന്ന കുട്ടിയാണ്. കൊല്ലത്തിൽ 1.5 ലക്ഷം രൂപ ഫീസ് കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇത്ര ദൂരത്ത് പോയി പഠിക്കാനുള്ള കാരണം? അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ സ്കൂളില്ല. ഈ സ്കൂൾ ആരുടേതാണ്? സ്കൂളിന്റെ പേരെന്താണ്? ശ്രീനാരായണ ഇ ടെക്നോ ഇന്റർ ജൂനിയർ കോളേജ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ജുമാക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ല. റമദാനിൽ നോമ്പ് വലിക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ല. പിന്നെ നിസ്കരിക്കാൻ എന്താ ചെയ്യല്ലേ? ഞാൻ എന്റെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ കൂട്ടിയിട്ടുണ്ട്, ഞങ്ങൾ മാത്രമേ ഞങ്ങളുടെ റൂമിലുള്ളൂ, അപ്പൊ സൗകര്യം പോലെ നിസ്കരിക്കും സമയമൊക്കെ കിട്ടുമ്പോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ ഉപ്പ 1.5 ലക്ഷം രൂപ മുടക്കാൻ ചെലവായിട്ട് ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ മതബോധത്തോടുകൂടി ഒരു ഇന്റർമീഡിയറ്റ് പഠിക്കാനുള്ള സൗകര്യം പോലും ആന്ധ്രയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ പിന്നെ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്? ഒരു ബിസിനസ് രീതിയിൽ തന്നെ കേരളത്തിന്റെ പുറത്ത് സ്ഥാപനങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്ന മുസ്ലിം പണക്കാരായ ആളുകൾ ഉണ്ടാകും. 400 കോടി രൂപ യൂറോപ്പിൽ നിന്ന് ഓരോ മാസവും ക്രൈസ്തവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജില്ലയുണ്ട് ആന്ധ്രയിൽ. 400 കോടി രൂപ വിദ്യാഭ്യാസ, ദുരിതാശ്വാസ, തൊഴിൽ രംഗത്ത് മുസ്ലിം സമുദായം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിൽ മുസ്ലിം കുട്ടികളെ സംഘടിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ക്രൈസ്തവവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത്. ഇതിനെന്താണ് പ്രതിവിധി? നമ്മൾ ദുർവ്യയം ചെയ്യുന്ന, നമ്മൾ ആവശ്യമില്ലാത്ത കല്യാണങ്ങൾ നടത്തി, ആഘോഷങ്ങൾ നടത്തി ദുർവ്യയം ചെയ്യുന്ന, നമ്മൾ ആവശ്യമില്ലാതെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ദുർവ്യയം ചെയ്യുന്ന ഈ പണം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നെഹ്ജുർ റഷാദിൽ നിന്ന് വരാൻ പോകുന്ന മക്കൾ അവിടെ പോയി സേവനം ചെയ്യുക, അവർ പ്രവർത്തിക്കുക. സമൂഹത്തിൽ വലിയ ഫലങ്ങൾ ഉണ്ടാകും, വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും. ഇന്ന് ബംഗാളിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയില്ല അവരുടെ പ്രയാസം. എനിക്ക് അജ്മീറിലേക്ക് യാത്ര പോയപ്പോൾ ആഗ്രയിൽ വെച്ച് ബംഗാളിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കളെ കണ്ടു, കുറച്ച് ആളുകളെ കണ്ടു. അവരെന്നോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിലാണോ? കേരളത്തിലാണ് എന്ന് പറഞ്ഞപ്പോ കേരളം ഹിന്ദു രാഷ്ട്രം ഹേ എന്ന് ചോദിച്ചു. കേരള ഹിന്ദു രാഷ്ട്രമാണ്. വേറെ അവിടെ അങ്ങനെ 25% മുസ്ലിങ്ങളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് മുസ്ലിങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവര് പറയാണ്, ബോംബെയിൽ മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു, ഇപ്പൊ ഞങ്ങളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ട് ബോംബെ ഉഷാറാക്കി എന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് അറിയില്ല അവരുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച്, അവർക്ക് ബോധമില്ല. അവരെത്രത്തോളം നിസ്സാരമായ രീതിയിലാണ് ജീവിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. അമ്പലത്തിൽ പോകുന്ന മുസ്ലിങ്ങൾ, എന്താണ് ഇസ്ലാമിക ജീവിതം എന്നറിയാത്ത ആളുകൾ, ഇസ്ലാമിന്റെ അനുഷ്ഠാന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമില്ലാത്ത ആളുകൾ, ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുട്ടികളെ, നിങ്ങൾ സന്നദ്ധരാവുക, നിങ്ങൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാദങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് സൗഭാഗ്യവും മനസ്സും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.